ഫെലിക്സ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കടൽ കടന്നു പോയതാണ്. ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ട്. അതെല്ലാം ഇല്ലാതാകണം, വീട് വെക്കണം, നല്ലൊരു ജീവിതത്തിലേക്ക് കിടക്കണമെന്ന് വലിയ സ്വപ്നമുണ്ട്. അച്ഛനും സഹോദരനും മാത്രമായിരുന്നു നിതിന് കൂട്ടായിട്ടുള്ളത്. അവർക്കുമുണ്ടായിരുന്നു സ്വപ്നങ്ങളെല്ലാം തന്നെയും. ഇപ്പോൾ അത്രത്തോളം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് നിതിൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. വീട്ടിലേക്ക് എത്തിച്ചോ മൃതദേഹം? അത്യന്തം സങ്കടകരമായ നിമിഷങ്ങളാണ്. ഇപ്പോൾ നിതിൻ്റെ മൃതദേഹം വൈക്കര ടൗണിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം, വീട്ടിൽ അത്ര സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കുടുംബ വീട്ടിലാണ് മൃതദേഹം എത്തിക്കുക. തുടർന്ന് പണി പൂർത്തിയാകാത്ത തറ മാത്രം കെട്ടി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന നിതിൻ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ അടുത്തേക്കും മൃതദേഹം കൊണ്ടുപോകും. അവിടെയും അല്പസമയം വയ്ക്കും. തുടർന്നാകും തൊട്ടപ്പുറത്തുള്ള വയക്കര പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുക. ഏതായാലും നിതിൻ്റെ വിയോഗം ആ കുടുംബത്തിന് മാത്രമല്ല, നാടിനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം സങ്കടകരമാണ്. പ്രത്യേകിച്ചും പൊതുരംഗത്തടക്കം സജീവമായി പ്രവർത്തിച്ചിരുന്ന നിതിനാണ് ഇത്തരമൊരു അപ്രതീക്ഷ വിയോഗം ഉണ്ടാകുന്നത്. ഏതാണ്ട് 8 മണിയോടുകൂടി മൃതദേഹം 7:30 മൃതദേഹം വയക്കരയിൽ എത്തിച്ചു. തുടർന്ന് പെട്ടി പൊട്ടിച്ച് പൊതുദർശനം ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിലെ ആളാണ് നിതിന്. 5 വർഷമായി കുവൈറ്റിലെ ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്ത് വരുന്നു. എന്നാൽ 3.5 വർഷം മുൻപ് നിതിൻ നാട്ടിലേക്ക് എത്തുകയും വീടിനുള്ള തറക്കല്ല് കെട്ടുകയും ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ വീടെന്ന സ്വപ്നം അതിനുവേണ്ടി അഹോരാർത്ഥം പണിയെടുത്ത് പ്രയത്നിച്ച് തറ വരെയും കെട്ടിയിട്ടു. പിന്നീട് ഭിത്തി കെട്ടാനുള്ള കല്ലടക്കം എത്തിച്ചു. കുഴൽക്കിണറടക്കം കുത്തി. അങ്ങനെ വീട് പണി പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ വീട് പണി നിർമ്മാണം പുരോഗമിക്കാൻ ഇരിക്കുകയാണ് അപ്രതീക്ഷ വിയോഗം നിതിനെ തേടി എത്തുന്നത്. 27 വയസ്സ് മാത്രമാണ് പ്രായം. നിതിൻ്റെ അമ്മ ഏതാണ്ട് 10 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. നിതിൻ്റെ അച്ഛനും സഹോദരനുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിതിൻ കുവൈറ്റിൽ ജോലി ചെയ്ത് കിട്ടിയിരുന്ന ഒരു വരുമാനം, അത് ആ കുടുംബത്തിൻ്റെ ഒരു ഉപജീവന മാർഗം കൂടിയായിരുന്നു. അങ്ങനെ ഒരു ഉപജീവന മാർഗമാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാകുന്നത് എന്നതാണ്. ഒപ്പം തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും ഏറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പൊതുരംഗത്ത് വളരെയധികം സജീവ സാന്നിധ്യമായിരുന്നു നിതിൻ. ഈ നാട്ടിലെത്തുമ്പോഴൊക്കെ തന്നെ എല്ലായിടങ്ങളിലും പൊതുരംഗത്തടക്കം സജീവമായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് നിതിൻ്റെ വിയോഗം സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളവും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഏതായാലും ഇപ്പോൾ പൊതുദർശനം, വയക്കര ടൗണിലെ പൊതുദർശനം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിതിൻ്റെ ഒരു ചെറിയ വീടാണ്. അവിടെ അസൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റൊരു വീട്ടിൽ, അതായത് കുടുംബ വീട്ടിലാണ് ഇനിയും പൊതുദർശനം, അല്ലെങ്കിൽ കുടുംബ വീട്ടിലേക്കാണ് ഇനി മൃതദേഹം എത്തിക്കുക. അതിനുശേഷമായിരിക്കും മറ്റൊരു, അതായത് ഇപ്പോൾ പണി പൂർത്തിയാക്കാത്ത തറക്കല്ല് മാത്രം കെട്ടിയ ആ വീട്ടിലേക്ക്, അതായത് നിതിൻ സ്വപ്നം കണ്ട ആ വീട് പണി പൂർത്തിയാക്കാത്തിടത്തേക്ക് മൃതദേഹം എത്തിക്കുക. അവിടെയും അല്പനേരം വെച്ച ശേഷമായിരിക്കും പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുക. ഏതായാലും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനാവാത്ത അത്ര വലിയ വിയോഗമാണ്. പ്രത്യേകിച്ചും സുഹൃത്തുക്കളടക്കം ഈ നിതിൻ്റെ ചേതനയേറ്റ ശരീരം കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര സങ്കടത്തിലായിരുന്നു. പ്രത്യേകിച്ചും സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ വലിയൊരു ജനാവലി തന്നെ നിതിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിരുന്നു. 5 വർഷം മുമ്പാണ് നിതിൻ കുവൈറ്റിൽ പോകുന്നത്. അവിടെ എത്തി അവിടെ നിന്നും സ്വരൂപിച്ച വരുമാനം കൊണ്ടൊരു വീട് പണിയുക എന്നതായിരുന്നു വലിയൊരു ആഗ്രഹം. ആ ആഗ്രഹം പൂർത്തിയാക്കാനാവാതെയാണ് നിതിൻ മടങ്ങുന്നത്. അവിടെ ഡ്രൈവർ, ഈ കമ്പനിയിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. മാത്രമല്ല 4 ദിവസം മുമ്പാണ് നിതിൻ ഈ ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നേരത്തെ മറ്റൊരു ഫ്ലാറ്റിലായിരുന്നു. അവിടെ നിന്നാണ് 4 ദിവസം മുമ്പാണ് ഈ ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ദാരുണമായ ഒരു അപകടത്തിൽ നിതിനും ജീവൻ നഷ്ടമാകുന്നത്. ഏതായാലും അത്യന്തം സങ്കടകരമായ നിമിഷം തന്നെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും ആ കുടുംബത്തിൻ്റെ ഒരു
ഏക അത്താണി എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ വിശേഷിപ്പിക്കാം. കാരണം 5 വർഷമായി കുവൈറ്റിലായിരുന്നു. 3.5 വർഷം മുമ്പാണ് നാട്ടിലെത്തി വീട് പണിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തിരികെ മടങ്ങി പോകുന്നത്. തിരിച്ചു വരുമ്പോൾ വീണ്ടും വീട് പണി പൂർത്തിയാക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷ, വലിയ ആഗ്രഹങ്ങൾ അതൊന്നും തന്നെ പൂർത്തിയാക്കാനാവാതെ ആണ് നിതിൻ വിട പറയുന്നത്. തീർച്ചയായും അത് അയൽപ്പക്കത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അത് ഒട്ടും താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്ന് പറയേണ്ടി വരും. മൃതദേഹം 8-7 കൂടി തന്നെ ഇവിടെ എത്തിച്ച ശേഷം മറ്റൊരു അതായത് ഈ വീടിന് തൊട്ടടുത്തുള്ള ഒരു ഓഫീസിലെത്തിച്ച് അവിടെ നിന്നും എംബാം ചെയ്ത മൃതദേഹം പുറത്തെടുത്ത ശേഷമാണ് പൊതുദർശനത്തിന് വെച്ചതായാലും അല്പസമയത്തിനകം വീട്ടിലേക്ക്, അതായത് കുടുംബ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുചെല്ലും. അവിടെ എത്തി ഈ നിതിൻ്റെ അച്ഛനും സഹോദരനും അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കിയ ശേഷമായിരിക്കും അവിടെ നിന്ന് മൃതദേഹം ഈ നിതിൻ സ്വപ്നം കണ്ട പണി പൂർത്തിയാക്കാൻ കഴിയാത്ത ആ വീട്ടിലേക്ക് എത്തിക്കുക. അവിടെ നിന്നുമായിരിക്കും ഈ പൊതു ശ്മശാനത്തിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തുക. നിതിനും യാത്രാമൊഴി നൽകുകയാണ് നാട്. ഫെലിക്സ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ കാര്യം എടുത്തു നോക്കിയാലും അവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. നിതിനായാലും മറ്റാരായാലും. കാരണം നാട്ടുകാരടുത്തും സുഹൃത്തുക്കളടുത്തും ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഇവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങ് ദൂരെ ആണെങ്കിൽ പോലും എല്ലാവരുമായിട്ടും അടുപ്പക്കാരുമായിട്ടൊക്കെ നല്ല സൗഹൃദം പുലർത്തുന്നവരായിരുന്നു. ആ ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. നാട്ടിലുള്ളപ്പോൾ എല്ലാ കാര്യത്തിലും ഇടപെടുന്നവരായിരുന്നു. നിതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പലരുടെയും വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അത്രത്തോളം പ്രാരാബ്ധമുണ്ട് എങ്കിൽ പോലും നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് കടൽ കടന്നു പോയ ഒരു വ്യക്തി കൂടിയാണ്. അവസാനമാണെങ്കിൽ പോലും ഇത്രത്തോളം ആൾക്കാർ ഒഴുകിയെത്തുന്നത് ഒരുപക്ഷെ നിതിൻ അവിടെ കാത്തു സൂക്ഷിച്ച ആ ബന്ധം കൊണ്ടുകൂടിയായിരിക്കും. ഈ മൃതദേഹവും എത്ര മണിക്കായിരിക്കും ഉടൻ തന്നെ അവിടെ നിന്നും കുടുംബ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ശരിക്കും അവിടേക്ക് എത്തിക്കുമ്പോഴുള്ള കാഴ്ചയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരുപാട് സങ്കടവും തോന്നുന്നുണ്ട്.